അടുത്ത ഖമേനിയും പണമായോ? ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നൽകുന്ന സൂചന അതാണ്. പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ അധികാരമേറ്റ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം കോമയിലാണെന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴും IRGC ഭീതിജനകമായ യുദ്ധപ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ ശരിക്കും തോൽക്കുന്നത് ആരാണ്? അത് ഇറാന്റെ സ്വന്തം ജനതയാണ്. ലോകം വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പതിയെ നടന്നു നീങ്ങുകയാണെന്ന് നമുക്കറിയാം. ഇതിനിടയിലാണ് അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർക്കുമെന്നും ഹോർമൂസ് കടലെടുക്ക് ആയുധമാക്കുമെന്നും ഒക്കെ കാണിച്ച് പുതിയ നേതാവ് മുജ്തബ ഖമേനിയുടേതെന്ന പേരിൽ ഇറാനിലെ സ്റ്റേറ്റ് ടെലിവിഷൻ ഒരു പ്രസ്താവന ഇറക്കുന്നത്. എന്നാൽ മുജ്തബ ഖമേനി നേരിട്ട് വന്നിട്ടില്ല. അദ്ദേഹം വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും കാലുകൾ മുറിച്ചു മാറ്റിയെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കത്തിൽ ഒരു ഗോസ്റ്റ് ആയത്തുള്ളയുടെ അദൃശ്യ നേതാവിന്റെ പേരിൽ ഒരു IRGC തന്നെയാണ് ഇപ്പോൾ അവിടെ രാജ്യം നിയന്ത്രിക്കുന്നത്, ഭരണം നിയന്ത്രിക്കുന്നത്. ഫെബ്രുവരി 28-ന് പിതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് 56-കാരനായ മുജ്തബ അധികാരം ഏറ്റെടുത്തത്. എന്നാൽ മുൻകാല സഹപാഠികൾ പോലും പറയുന്നത് പിതാവിനേക്കാൾ അപകടകാരിയാണ് ഇദ്ദേഹം എന്നാണ്. ലോകാവസാനത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ അഭിനിവേശമുള്ള ഇദ്ദേഹത്തിന് മനുഷ്യ ജീവനോട് യാതൊരു ബഹുമാനവുമില്ല. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ 10,000-ങ്ങളെ കുരുതി കൊടുക്കാനും ഇദ്ദേഹം മടിക്കില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ സഹപാഠികൾ തന്നെ പറയുന്നത്. അമേരിക്കയുടെ വിദേശ നയങ്ങളെ നമ്മൾ അനുകൂലിക്കുന്നില്ലായിരിക്കാം, എന്നാൽ ഇറാന്റെ ജനതയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയേക്കാൾ വലിയൊരു ദുരന്തമാണ് അവരെ ഭരിക്കുന്ന ഈ IRGC. ഖമേനി കുടുംബം ഒരിക്കലും ഇറാന്റെ രക്ഷകരാകുകയുമില്ല. ഇന്റർനെറ്റ് വിച്ഛേദിച്ച് സ്വന്തം ജനതയെ അടിച്ചമർത്തി ഹിജാബിന്റെ പേരിൽ സ്വന്തം നാട്ടിലെ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു ഭരിക്കുന്ന IRGCയുടെ തീവ്ര നിലപാടുകളാണ് ഇറാനെ ഇന്നത്തെ അനിശ്ചിതാവസ്ഥയിൽ എത്തിച്ചത്. 1980-കൾ മുതൽ അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ. പാശ്ചാത്യ സംസ്കാരത്തോടുള്ള കടുത്ത ഐഡിയോളജിക്കൽ എതിർപ്പാണ് അമേരിക്കയോടുള്ള ഈ ഇറാന്റെ വെറുപ്പിന് പിന്നിൽ, IRGCയുടെ വെറുപ്പിന് പിന്നിൽ. പശ്ചിമേഷ്യയിലെ ഏക ജൂതരാഷ്ട്രമായ ഇസ്രയേലിനോടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനം അവരുടെ മതപരമായ വ്യാഖ്യാനങ്ങളും തീവ്ര നിലപാടുകളും തന്നെയാണ്. ഇതൊന്നും വെറുതെ നിഷേധിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ മതഗ്രന്ഥത്തിൽ തന്നെ ഉള്ളതാണ്. ഇതിന്റെയൊക്കെ പേരിൽ അമേരിക്ക ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? നോക്കൂ, അമേരിക്കയുടെ സർവനാശത്തിനായി നിരന്തരം പ്രാകുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ അവർ പിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കണോ? ഇറാന്റെ ഭരണകൂടത്തിന്റെ കയ്യിൽ പണം വരുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. കാരണം തീവ്രവാദം വളർത്തുക എന്നത് അവരുടെ പ്രധാന അജണ്ടയാണ്. ഇറാനിലെ ഒരു സമാന്തര സൈന്യമാണ് IRGC എന്ന് നമുക്കറിയാമല്ലോ. ഇറാന്റെ സ്വന്തം ദേശീയ സൈന്യത്തിന് ഫണ്ടുകൾ നൽകാതെ എണ്ണ വിറ്റ് കിട്ടുന്ന പണവും സാധാരണക്കാരിൽ നിന്ന് പിഴിയുന്ന നികുതി പണവും ഒക്കെ ഉപയോഗിച്ച് IRGC പോറ്റുന്നത് ഹൂത്തികളെയും ഹിസ്ബുള്ളയുമാണ്. ഈ തീവ്രവാദ സംഘടനകൾക്ക് പരിശീലനവും ആയുധവും നൽകുന്നത് IRGCയുടെ എലൈറ്റ് വിങ് ആയിട്ടുള്ള ഖുദ്സ് ഫോഴ്സ് ആണ്. ഇങ്ങനെയുള്ള ഇറാന് ഉപരോധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ലോകം ഇത്രയെങ്കിലും സുരക്ഷിതമായിരിക്കുന്നത് മനസ്സിലാക്കുക. ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ല എന്ന NPTയിൽ നോൺ പ്രൊഫിലേഷൻ ട്രീറ്റി ഒപ്പുവെച്ച ഇറാൻ ഈ ഉപരോധങ്ങൾക്കിടയിലും വലിയ തോതിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി രഹസ്യമായി ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ആണവായുധ സാങ്കേതിക വിദ്യ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് പറയേണ്ടി വരുന്നത്. ഇനി ഇവർക്ക് അയൽക്കാരായ ഗൾഫ് രാജ്യങ്ങളോടുള്ള കലിപ്പ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇറാൻ അവരെ ശത്രുക്കളായി കാണുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ സത്യം അങ്ങനെയല്ല. IRGCയെ പോലെ മത തീവ്രവാദത്തിന് പിന്നാലെ പോകാതെ അമേരിക്കയുമായി ചേർന്ന് കച്ചവടവും വികസനവും ലക്ഷ്യമാക്കി മുന്നേറുന്ന ഗൾഫ് രാജ്യങ്ങളോടുള്ള അസൂയയാണ് പ്രധാന കാരണം. അവിടെയുള്ള നിക്ഷേപകരെ ഭയപ്പെടുത്തി ഓടിക്കാനും ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും ലക്ഷ്യമിട്ടാണ് സൗദിയിലെ എണ്ണ പ്ലാന്റുകൾക്കും UAEയിലെ വിമാനത്താവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇറാനും അവരുടെ പ്രോക്സികളും നിരന്തരമായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. ഇസ്രയേലിലേക്ക് നേരിട്ട് മിസൈൽ തൊടുക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് അവർ ഇത്തരം ആക്രമണങ്ങൾ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പോരാത്തതിന് 2020-ൽ ഒപ്പുവെച്ച അബ്രഹാം അക്കോർഡ്സ് പ്രകാരം UAEയും ബഹ്റൈനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ആരംഭിച്ചതും ഇവരുടെ വിരോധത്തിന്റെ ആഴം കൂട്ടി, ഗൾഫ് രാജ്യങ്ങളോടുള്ള വിരോധത്തിന്റെ ആഴം കൂട്ടി. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് ഇടയിലാണ് നേതാവില്ലെങ്കിലും അനിശ്ചിതകാലത്തേക്ക് യുദ്ധം തുടരാൻ IRGC കമാൻഡർമാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ സ്വന്തം ഭാര്യയും മകനും കൊല്ലപ്പെട്ടതുപോലും കോമയിലായ മുജ്തബ അറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മേഖലയാകെ യുദ്ധഭീതിയിലാണ്. ഭരണാധികാരികളുടെ അധികാര കൊതിക്കും പിടിവാശികൾക്കും നടുവിൽ
ഇരകളാക്കപ്പെടുന്നത് ഇറാന്റെ സാധാരണ ജനങ്ങളാണ്. ഈ പ്രതിസന്ധികൾ അവസാനിക്കുമ്പോൾ IRGCയുടെ അടിച്ചമർത്തലുകളിൽ നിന്ന് മോചിതമായ സ്വതന്ത്രമായ ഒരു ഇറാൻ ജനിക്കാൻ സാധിക്കട്ടെ എന്ന് ലോകം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.